you
ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। ओम की इस मधुर ध्वनि से किया परिवर्तन, प्रेम शांति सिखा के बदला सभी का जीवन। आदिदेव प्रजापिता श्री बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। सोहनी सूरत मोहनी मूरत, ज्ञान के मोती। भव्य मुख पर चंद्रमासी, चमकती ज्योति। दिव्य दर्शन दिव्य वाणी, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम। विश्व में थी पाप की जब घटा छाई, तब विभूति आप जैसी धरती पे आई। एक तार में बंध के सारे, बोलते ध्वनियों। मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, बोलते ध्वनियों। ब्रह्म मुख से मधुर वाणी, बोलते ध्वनियों। ब्रह्म से शिव बाबा पधारे, ओम ओम ഓം ശാന്തി. 29/7/2026 ബാബ പറയുകയാണ്, मेटे बच्चे अपने स्वधर्म में स्थित होकर आपस में प्यार से एक दो को ओम शांति कहो, एक भी एक दो को रिगार्ड देना है. മധുരമായ കുട്ടികളെ, നമ്മൾ ഓം ശാന്തി പറയുമ്പോൾ എങ്ങനെ പറയണം? അതാണ് ബാബ പറയുന്നത്. നമ്മുടെ സ്വധർമ്മമാണ് ശാന്തി. അതിൽ സ്ഥിതി ചെയ്ത് ഒരാളെ കാണുമ്പോൾ സ്നേഹത്തോടെ
ഓം ശാന്തി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആ വ്യക്തിയെയും കൂടെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. നമ്മളുടെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം, ഞാൻ ആത്മാവാണെന്നുള്ളത് ഫീൽ ചെയ്യണം. അപ്പോൾ എത്ര സമയം എടുക്കും? പെട്ടെന്നായിരിക്കും ഒരാളെ കാണുക അല്ലേ? പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ ധൃതിയിലായിരിക്കും, എവിടെയെങ്കിലും വണ്ടിയിൽ ഇറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പോവുമായിരിക്കാം. അപ്പോൾ നമ്മുടെ ഭാവം എങ്ങനെയായിരിക്കും? അപ്പോഴും നമ്മുടെ ഭാവം ശാന്തമായിരിക്കണം. അതാണ് നമ്മളിലുള്ള ശ്രദ്ധ, നമ്മുടെ കോൺഷ്യസിലുള്ള ശ്രദ്ധ എന്ന് പറയുന്നത്. ഏത് സമയത്തും ഓം ശാന്തി നമ്മുടെ ആത്മാവിൻ്റെ സാധനയുടെ ഭാഗമായിട്ട് മാറ്റണം നമ്മൾ. ഓം ശാന്തി എന്ന് പറയുന്നത് വെറുതെ ഒരു വിഷിങ് അല്ല. ഓം ശാന്തി എന്ന് പറയുന്നത് നമ്മൾ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു. ട്രാഫിക് കൺട്രോൾ ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് ഓർമ്മ വരും, ഞാൻ ആത്മാവിൻ്റെ സ്വധർമ്മത്തിൽ നിൽക്കണം. ഓരോ ഓം ശാന്തി പറയുമ്പോഴും നമുക്ക് ഓർമ്മ വരണം, ഞാൻ സ്വധർമ്മത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓം ശാന്തി പറയുന്നത്. അതൊരു എക്സസൈസാണ്. ചോദ്യം: ഭക്തി മേ ബി ഭഗവാൻ കോ ഭോഗ് ലഗാത്തെ ഹോ? ഭക്തിയിൽ ഭഗവാന് പ്രസാദം അർപ്പിക്കുന്നു, ഇവിടെയും അത് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആചാരം എന്ന് ചോദിക്കുകയാണ്. ശരിക്കും ഈ ആചാരത്തിൻ്റെ ആവശ്യമില്ല, കാരണം ഈശ്വരൻ അഭോക്താവാണ്, ഒന്നും രുചിക്കാത്ത ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഇനി ഭക്തിയിലാണെങ്കിലും നമ്മൾ മൂർത്തിയുടെ മുന്നിലാണ് വെക്കുന്നത് അല്ലേ? അല്ല ഈശ്വരൻ വന്ന് കഴിക്കുന്നൊന്നുമില്ല, ദേവന്മാരാരും വന്ന് കഴിക്കുന്നില്ല. ഉത്തരമാണ്, ഇത് റെസ്പെക്റ്റ് കൊടുക്കലാണ്. ഇത് ഭഗവാന് ആദരവ് നൽകലാണ്. നമുക്കറിയാം ശിവബാബ ശരീരം ഇല്ലാത്ത ആളാണ്, അഭോക്താവാണ്, കഴിക്കില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഭാവം അതവിടെ എത്തിച്ചേരും. അതിന് ഭക്തിയിലൊക്കെ പറയുന്നൊരു പേരാണ്, നമ്മുടെ ആഹാരം എത്തിച്ചേർന്നില്ലല്ലോ എന്താ, അതിൽ നിന്ന് മേലോട്ട് പൊങ്ങുന്ന അതിൻ്റെ വാസന എത്തിച്ചേരുമെന്ന് ഭക്തിയിൽ പറയാറുണ്ട്. അപ്പം അതിൻ്റെ മണം മുകളിലേക്കാണല്ലോ ഉയരുന്നത്, ഈശ്വരൻ മേളിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് പറയും അതിൻ്റെ വാസന എത്തിച്ചേരുന്നുണ്ട്, സാധനം എത്തിയില്ലെങ്കിലും. ഇവിടെയും ശിവബാബ പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഭോഗം അർപ്പിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ വാസന എന്നിൽ എത്തിച്ചേരുമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഈശ്വരൻ മണം എത്തിച്ചേരുമെന്നല്ല. ഈശ്വരൻ മൂക്കില്ലല്ലോ, അല്ല ശരീരം ഇല്ലാത്ത ആളെങ്ങനെയാണ് മണം അറിയുന്നത്? രുചി അറിയാത്തതുപോലെ മണം അറിയുന്നില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എത്ര ഭാവനയോടുകൂടിയാണ് ഈശ്വരനെ സമർപ്പിച്ചത്, എത്ര സ്നേഹത്തോടെ വെച്ചത്, എത്ര താല്പര്യത്തോടെ ചെയ്തത്, ആ ഭാവങ്ങൾ, നമ്മുടെ ആത്മാവിൻ്റെ സുഗന്ധം അതവിടെ എത്തുന്നുണ്ട്. സർവരുടെ സദ്ഗതി ദാതാവാണ്, പതീത പാവനാകുന്ന അച്ഛനാണ്. തീർച്ചയായിട്ടും ആ അച്ഛന് നമ്മളിതുപോലെ നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഈശ്വരന് മുന്നിൽ അത് അർപ്പിക്കുക തന്നെ വേണം. അത് റിലേഷൻഷിപ്പ് ഓർമ്മിക്കലാണ്. ഈശ്വരൻ അച്ഛനാണ് എപ്പോഴാണ് ഓർമ്മിക്കുന്നത്? എനിക്കൊരാവശ്യം വന്നപ്പോൾ ഈശ്വരനെ ഓർമ്മിച്ചു എന്നതല്ല. ഞാൻ ആഹാരം വെച്ചപ്പോൾ ആദ്യം ഓർമ്മിച്ചു എൻ്റെ അച്ഛൻ. അതാ ബന്ധം പുതുക്കലാണല്ലേ. അതുകൊണ്ട് ഈശ്വരന് പ്രസാദം അർപ്പിക്കുന്നത് നമ്മൾ ആ ബന്ധത്തിൽ നമ്മൾ അത്രയും സത്യസന്ധമാണ്, ആ ബന്ധത്തിനോട് അത്രത്തോളം നമുക്ക് കൂറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ഗീതമാണ്, നമ്മളുടെ തീർത്ഥം വ്യത്യസ്തമാണ്. ഓം ശാന്തി. ബച്ചോങ്കി ദിൽ മേ ബി ഉഠ ഓം ശാന്തി. കുട്ടികളുടെ മനസ്സിലും ബാബ നമ്മളോട് ഓം ശാന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ഓം ശാന്തി എന്നുള്ളത് വരും. जैसे किसको नमस्ते कहा जाता है वो तो रिटर्न भी कहते हैं नमस्ते. ആരുടെയും നമസ്തേ എന്ന് പറയുമ്പോൾ അവർ തിരിച്ച് നമസ്തേ എന്ന് പറയും. ഇവിടെ ബാബ നമ്മളോട് ഓം ശാന്തി എന്ന് പറയുന്നു. അപ്പം നമ്മളും ആ ഓം ശാന്തി എന്ന് പറയും. എല്ലാ കുട്ടികളും, അതായത് ബ്രഹ്മബാബയുടെ ആത്മാവ് സഹിതം റെസ്പോണ്ട് ചെയ്യും ഓം ശാന്തി എന്ന്. ഓം ശാന്തിയുടെ അർത്ഥവും നമുക്കറിയാം, ശാന്ത സ്വരൂപമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാവത്തിൽ റെസ്പോണ്ട് ചെയ്യണമല്ലോ. ദൂസരെ കോയി അർത്ഥ സഹിത ഏസെ കഹനാ സകെ. മറ്റാർക്കും ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓം ശാന്തി എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടെ ബാബ ജ്ഞാന സൂര്യനാണ്, നമ്മളോട് പറയുകയാണ് നിങ്ങളോട് ഓം ശാന്തി എന്ന്. ജ്ഞാന ചന്ദ്രനായിട്ടുള്ള ബ്രഹ്മബാബയും പറയും ഓം ശാന്തി. നിങ്ങൾ ജ്ഞാന നക്ഷത്രങ്ങളാണ്, നിങ്ങളും പറയും ഓം ശാന്തി. ഇപ്പം നിങ്ങൾ കുട്ടികൾ തൻ്റെ സ്വധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കി. നമുക്കറിയാം നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ഭാവം ശാന്തമാണ്, നമ്മൾ ശാന്തിധാമത്തിൽ വസിച്ചിരുന്നതാണ്. ഇപ്പം നമുക്ക് ഉറപ്പായി അച്ഛി രീതിയിൽ എത്തും ആത്മാക്കോ ജാനത്തെ ഹോ. നല്ലതുപോലെ നിങ്ങൾ ആത്മാവിനെ അറിയുന്നുണ്ട്.
ബരോബർ കഹാ ഭി ജാത്താ ഹെ മഹാൻ ആത്മാ പാപാത്മാ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് മഹാത്മാവ് പാപാത്മാവ് എന്നൊക്കെ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം വിട്ട് മറ്റൊന്നെടുക്കുന്നത്. പക്ഷെ ആത്മാവിനെക്കുറിച്ചുള്ള യഥാർത്ഥ പരിചയം ആർക്കും ഇല്ല. നമ്മൾ ആത്മാവ് വളരെ ചെറുതാണ്. 84 ജന്മങ്ങളുടെ പാട്ടെടുക്കുന്നു. നാ തുമക്കോ പതാ താ നാ ഔർ കൊയ് ജാൻതേ ഹെ. ഈ ലോകത്തിൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അല്ലേ, ആത്മാവിന് എന്ത് സംഭവിച്ചു, എത്ര ജന്മം എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കുട്ടികളുടെ സന്മുഖത്ത് ബാബ ഇരിക്കുന്നുണ്ട്. ബാബയാണ് നമുക്ക് ഈ ജ്ഞാനം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ബാബയുടെ സന്മുഖത്താണ്. നിങ്ങളിപ്പോൾ ബാബയെ സ്വന്തമാക്കി. ബച്ചെ ബാബ്കോ അപ്ന ബനാത്തെ ഹെ വർഷ ലേനെ കെ ലിയെ. കുട്ടി എന്തിനാണ് അച്ഛനെ സ്വന്തമാക്കിയത് എന്ന ഓർമ്മ കുട്ടിക്ക് വേണം അല്ലേ. നമുക്ക് പരമാത്മാവ് എന്ന അച്ഛൻ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ആത്മാവിന് നഷ്ടപ്പെട്ട എല്ലാ ശക്തികളും നമുക്ക് വീണ്ടെടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾക്ക് പരിധിയില്ലാത്ത അച്ഛൻ ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത അച്ഛൻ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വന്നിട്ട് ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപനം ചെയ്യുകയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ആ ദേവതാ ധർമ്മം സ്ഥാപിച്ചിട്ടുണ്ട്. കൽപ്പം മുമ്പും ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മം അർത്ഥം സൂര്യവംശി രാജധാനി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏക സ്ഥാപനക കാര്യ കൽപ്പ ബാബി കർത്തേഹി. ഇവിടെ ഈ സ്ഥാപനയുടെ കാര്യം ഓരോ കൽപ്പത്തിലും ബാബ ചെയ്യുകയാണ്. ആ ചെയ്യുന്നയാളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ ബാപ്സെ സബ് മാങ്തേ ഹേ ദുഃഖ ഹരോ സുഖതോ. ഭഗവാനാകുന്ന അച്ഛനോടാണ് എല്ലാവരും യാചിക്കുന്നത്. സുഖം തരണേ, ദുഃഖം മാറ്റണേ. സുഖം മിൽ ജാത്താ ഹെ തോ മാംഗനേക്ക് ദർക്കാർ നഹി രഹത്തി. സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈശ്വരനോട് യാചിക്കേണ്ട ആവശ്യമില്ല. യഹം മാങ്തേ ഹേ ക്യോങ്കി ദുഃഖ് ഹേ. ഇവിടെയാണ് നമ്മൾ യാചിക്കുന്ന കാരണം ദുഃഖമുണ്ട്. വഹാം കുച്ച് ഭി മാംഗനേക്ക് ദർക്കാർ നഹി രഹത്തി. അവിടെ യാതൊന്നും യാചിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ബാബ സർവ്വതും തന്നു. അതുകൊണ്ട് സത്യുഗത്തിൽ കൊയ് ബി ബാപ്കോ യാദ് നഹി കർത്തെ. സത്യുഗത്തിൽ നമുക്കൊന്നും യാചിക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെ സർവ്വസമ്പത്തും തന്നിട്ടാണ് ബാബ അയച്ചത്. അവിടെ ആരും ഈശ്വരനെ ഓർമ്മിക്കുന്നില്ല. ബാബ മനസ്സിലാക്കി തരികയാണ് കുട്ടികൾക്ക്, നമ്മൾ സുഖധാമത്തിൻ്റെ അധികാരി നമ്മളെ ആക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇസ് ബാബാസെ ഹം ഫിർസെ സുഖധാം കാ വർഷ ലേ രഹേ ഹെ. ഈ ശിവബാബയിൽ നിന്നും നമ്മൾ വീണ്ടും സുഖധാമത്തിൻ്റെ ആസ്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത സുഖം എടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഭക്തി മാർഗത്തിൽ എങ്ങനെയാണ് നമ്മൾ നടന്നത്. മനസ്സ് സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തി, പാലന, സംഹാരം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഈ സൃഷ്ടിയാകുന്ന ഈ നാടകത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യം എന്താണ്? ഇത് സാകാരി ലോകമാണ്, അത് നിരാകാരിയാണ്. കുട്ടികൾക്ക് മനസ്സിലായി നമ്മൾ പൂർണ്ണമായിട്ടും അരക്കൽപ്പം ഭക്തി ചെയ്തു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അവസാനമാണ്. ആസ്തി കിട്ടുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ്. ഇവിടെ നിങ്ങൾ കുട്ടികൾ മാത്രമാണിത് മനസ്സിലാക്കുന്നത്. ദൂസരെ കൊയ് സംശയിക്കേ നഹി. മറ്റാരും ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയുകയാണ്. ജബ് തക് പരിചയം നഹി ദേങ്കെ. ബാബയുടെ പരിചയം കിട്ടാത്തത് വരെയും മനസ്സിലാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും സംഗമയുഗത്തിലാണ് ശിവബാബ വരുന്നത്. വന്നിട്ട് ഈ പഴയ ലോകം മാറ്റി പുതിയതുണ്ടാക്കും. സാരി പുരാനി ദുനിയാഹേ ഇൻകോ അയൺ ഏജ് കഹാ ജാത്ത. ഈ ലോകം മുഴുവൻ പഴയതാണ്. ഇതിനെയാണ് ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം മുഴുവൻ ലോകത്തിലും ഒരു ധർമ്മമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ലോകത്തിൽ ഭാരതഖണ്ഡം മാത്രമേ ഉള്ളൂ. തോടാ മനുഷ്യ ഹോത്തേഹി. അവിടെ വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. പുതിയ ലോകത്തെ സ്വർഗമെന്ന് പറയുന്നു. ഇതിലൂടെ നമുക്ക് തെളിയിക്കപ്പെടുന്നത് എന്താണ്? പുതിയ ലോകത്തിൽ പുതിയ ഭാരതം ഉണ്ടായിരുന്നു, പഴയ ലോകത്തിൽ പഴയ ഭാരതം. ഗാന്ധി ബി കഹത്തെ നയി ദുനിയ നയ ഭാരത് ഹോ നയി ഡൽഹി ഹോ. ഗാന്ധിജിയും പറയുന്നത് എന്താണ്? പുതിയ ഭാരതം വേണം, പുതിയ ഡൽഹി വേണം. നവഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണനുമാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഉസി ഹി ഭാരത് പർ രാവൺ കാ രാജ്യ ഹെ. അതേ ദേവതകൾ ഭരിച്ച അതേ ഭാരതത്തിലാണിപ്പോൾ രാവണൻ്റെ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുതണം പുതിയ ലോകം, പുതിയ ഡൽഹി എന്ന്. ഫലാനെ സമയക്കോ ഫലാനെ സമയത്ത് ഇൻകാ രാജ്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഈ ദേവതയുടെ അല്ലെങ്കിൽ ഇന്ന രാജാവിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. एक समझा भी वही सकता है, वही सकता जो नई दुनिया बनाने वाले. അപ്പോൾ സത്യയുഗത്തിലെ രാജാക്കന്മാരുടെ കഥയൊന്നും ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിയൻസും പറയാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്?
അത് ആത്മബോധമുള്ളവരുടെ നാടാണ്. ആ ലോകത്തിലേക്ക് ശരീരബോധമുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അവർക്ക് ചർച്ചകളിൽ പോലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അത് പറയുന്ന ആരാണ്? പുതിയ ലോകം ഉണ്ടാക്കുന്ന ആ ക്രിയേറ്റർ ഭൂമിയെ വരണം. അപ്പോഴാണ് സൃഷ്ടിയുടെ ആദ്യം തൊട്ടുള്ള രഹസ്യം പറയുന്നത്. ഇപ്പം നമ്മുടെ സന്മുഖത്ത് വന്നിരിക്കുകയാണ്, ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും താല്പര്യമാണ് ഈശ്വരൻ്റെ നേരെ മുമ്പിൽ വരണം. ലോകത്തിൽ എല്ലായിടത്തും നമ്മൾ മനുഷ്യരെ കാണാനാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ശിവബാബയെ കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ബാബയെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പരമാത്മാവിനെ കാണുകയാണല്ലേ. പരസ്പരം ഈ കണ്ണിലൂടെ കാണാൻ പറ്റുമോ, അല്ലാതെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കണ്ണിലൂടെ ആത്മാവിനെ എങ്ങനെയാണ് കാണുന്നത്? ആത്മാവ് നിരാകാരനല്ലേ. നമ്മൾ ആത്മാവ് നിരാകാരനാണ്. ഇവിടെ പാട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരും പാട്ടുധാരിയാണ്. അതുകൊണ്ട് പാട്ടുധാരിയായിട്ടുള്ള എല്ലാവർക്കും പേരുണ്ട്. ഭഗവാനും ഒരു പേരുണ്ട്, കാരണം ഇവിടെ പാട്ട് അഭിനയിക്കുന്നുണ്ട്. നിരാകാരനായിട്ടുള്ള ശിവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഓർ കിസ്കോ ഭഗവാൻ നഹി കഹെങ്കെ, വേറെ ആരെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഭഗവാൻ നിരാകാർ ഹി ഗായ ജാത്ത ഹെ, നിരാകാരനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ ഒന്നിൻ്റെയാണ് പൂജ നടക്കുന്നത്. ആത്മാക്കൾക്കും പൂജയുണ്ട്. രുദ്രയജ്ഞം നടക്കുമ്പോൾ അവിടെ സാലിഗ്രാം കൊണ്ടുവെക്കും. ആ സാലിഗ്രാം വെച്ചിട്ട് പൂജ ചെയ്യും. മണ്ണ് കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. പിന്നെ ആ മണ്ണ് പൊട്ടിച്ചു കളയും. ലോകത്തിലുള്ളവർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും അറിയില്ല. ഇവിടെ ബാബ മനസ്സിലാക്കി തരികയാണ്. ശിവബാബ വരുന്നത് തന്നെ ഭാരതത്തിലാണ്. നിങ്ങൾ കുറച്ച് കുട്ടികൾ ആണ് ബാബയുടെ സഹായിയായിട്ടുള്ളത്. ഈശ്വരീയ സേവകരാണ് നിങ്ങൾ ഓരോരുത്തരും. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഭക്തിയിൽ ശിവലിംഗത്തിനോടൊപ്പം നിങ്ങളുടെ പ്രതീകമായ സാലിഗ്രാമവും ഒരുമിച്ച് വെക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വളരെ ചെറിയ യജ്ഞമാണ്. കുറച്ച് വലുതുമൊക്കെ ചില സ്ഥലത്തുണ്ടാകാറുണ്ട്. സമ്പന്നരായിട്ടുള്ളവർ വലിയ യജ്ഞമൊക്കെ രചിക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ആ സമയത്ത് വേണ്ടി വരിക. ചെറിയ യജ്ഞമൊക്കെ ആണെങ്കിലോ അത്രയൊന്നും വേണ്ട. അന്നത്തെ കാലത്ത് 10,000 രൂപയ്ക്കൊക്കെ ഒരു യജ്ഞം നടക്കുമായിരുന്നു, 5,000-നും 10,000-നും ഒക്കെ അല്ലേ. ജയ്സെ സേഠ് വൈസ യജ്ഞ ഇത് നടത്താനായിട്ട് സ്പോൺസർ ചെയ്യുന്ന അവിടുത്തെ മുതലാളിമാരായിട്ടുള്ളവരാണ്. അവരെയാണ് സേട്ടുമാരെന്ന് പറയുന്നത്. അപ്പോൾ സേട്ട് എങ്ങനെയാണോ ആ യജ്ഞത്തിൽ അത്രയും സമൃദ്ധി ഉണ്ടായിരിക്കും, അത്രയും പൈസ മുടക്കും. നിങ്ങൾക്കറിയാം, ബാബ നമ്മൾ കുട്ടികളുടെ സേവനം ചെയ്യുകയാണ്. നമ്മൾ പിന്നെ ഇത് മറ്റുള്ളവരുടെ സേവനം ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെ പൂജിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പൂജ്യ ബിൻതേഹോ, ഇപ്പോൾ നിങ്ങൾ പൂജ്യൻ ആവുകയാണ്. ആത്മാ കഹത്തെ ബാബ ആപ് സദൈവ് പൂജ്യ ഹോ. ആത്മാവാണ് പറയുന്നത്, ഭഗവാനെ അങ്ങ് ജനന മരണ ചക്രത്തിൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് അങ്ങ് എപ്പോഴും പൂജ്യനാണ്. ഞങ്ങളാണ് പൂജ്യനിൽ നിന്നും പൂജാരിയായത്, വീണ്ടും അങ്ങയുടെ ഓർമ്മയിൽ പൂജ്യനാകുന്നത്. അങ്ങാണ് ഞങ്ങളെ അങ്ങനെ ആക്കുന്നത് എന്ന് പറയും. ആത്മാവ് പറയും, ബാബ അങ്ങ് സദാ പൂജ്യനാണ്, ഞങ്ങളെ പൂജ്യനാക്കുകയാണ്. പൂജ്യ ആത്മാവ് ശരീരം എടുക്കുമ്പോൾ പറയാം ദേവി ദേവത എന്ന്. ആത്മാവ് തന്നെയാണ് പൂജ്യൻ, അല്ലെങ്കിൽ ഈ എല്ലാവരെയും ആരാധിക്കുന്ന പൂജാരി, പൂജ ചെയ്യുന്നവരാകുന്ന ആത്മാവ് തന്നെയാണ്. എല്ലാ ആത്മാവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് കിട്ടുന്ന പല പല ജന്മങ്ങളാണ്. പിന്നെ അറിവിൻ്റെ ആധാരത്തിൽ പരമാത്മാവിനെ ഓർമ്മിച്ചാൽ പാവനമാകാൻ പറ്റും, പൂജിച്ചാകാൻ പറ്റില്ല. അപ്പോൾ ഓർമ്മിക്കേണ്ട രൂപത്തെ ഏതാണ് അതാർക്കും അറിയത്തില്ല. ഇത് സാകാരി ലോകമാണ്. ശിവബാബ നിരാകാരനാണ്, ജ്ഞാനത്തിൻ്റെ കടലാണ്, സുഖത്തിൻ്റെ കടലാണ്. ആ ബാബ ഇവിടെ വന്ന് എല്ലാവരെയും പതിത്തിൽ നിന്ന് പാവനമാക്കുകയാണ്. അതിനിവിടെ പ്രേരണയൊന്നുമില്ല. മുझे अगर प्रेरणा से पावन बनाना हो फिर यहाँ आकर रद लेने की क्या दरकार. എനിക്കിവിടെ ഒരു ശരീരത്തിൽ വന്ന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബാബ പറയണം, അങ്ങനെ പ്രേരണയിലൂടെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ഇതേപോലെ ചെയ്യില്ലായിരുന്നു, ഈ ഭൂമിയിൽ അവതരിക്കില്ലായിരുന്നു. ശിവക്ഷേത്രത്തിന് മുന്നിൽ കാളയെ വെക്കാറുണ്ട്.
മനുഷ്യരുടെ ബുദ്ധി പൂർണ്ണമായിട്ടും കല്ലാണ്. കാരണമൊന്നും മനസ്സിലാക്കുന്നില്ല. ഈ കാള ശിവൻ്റെ മുന്നിൽ എന്താണ് അല്ലേ? കാളയ്ക്ക് അത്ര വലിയ പവറൊന്നും ഇല്ലല്ലോ. മനുഷ്യനെ കഴിയും താഴ്ന്ന കോൺഷ്യസ് ഉള്ള ജീവിയാണ് മൃഗങ്ങൾ. അപ്പോൾ കാളയ്ക്ക് എന്താ ഇത്ര പ്രാധാന്യമൊന്നും ഭക്തിയിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല, ബാബ പറയുന്നത് വരെ. ഇപ്പോൾ ഈ കാളയുടെ മേൽ ആരാണ് സവാരി ചെയ്യുന്നത് അല്ലെ? കാളയുടെ പുറത്ത് എങ്ങനെ ഈശ്വരൻ കയറാൻ ശരീരം വേണ്ടേ? ശ്രീകൃഷ്ണൻ്റെ ആത്മാവും കയറത്തില്ല, കാരണം ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് സത്യയുഗത്തിലാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, ആ ശിവക്ഷേത്രത്തിൽ ശങ്കരനാണ് അല്ല, ശങ്കരന് ആവശ്യം എന്താണ്? ഈ കാളയുടെ പുറത്ത് കയറിയിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുക. ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഭക്തി മാർഗത്തിൽ ഒരുപാട് കഥകളുണ്ട്. ചോദിച്ചാൽ പറയും ഈ കഥയൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്, അനാദിയാണ് എന്ന് പറയും. പല പുനർജന്മം എടുത്ത് നമ്മൾ ഈ കഥകളൊക്കെ കേട്ട് വന്നവരാണ്. അനാദി കബ്സെ ശുരു ഹുയി, അനാദി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ആരംഭിച്ച ഒരു ഡേറ്റ് കാണണ്ടേ? ഒന്നും അറിയില്ല. ഇനി രാവണന്റെ കാലഘട്ടം എപ്പോഴാണ് തുടങ്ങുന്നത്? അതൊന്നും ആരും വർണ്ണിച്ചിട്ടില്ല. നിങ്ങൾ എത്ര സേവനം ചെയ്യുന്നു? ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇപ്പോൾ ഇവിടെയുണ്ട്, സത്യയുഗത്തിലുമുണ്ട്. അതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ നിമിത്തമാണ്. ഭാരത് കോ ഹി ഫിർ സെ അന്ധിയാര സെ നികാൽ റോഷ്നി മേ ലാനെ, ഭാരതത്തെ വീണ്ടും ഈ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റി പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ ബാബ പറയാണ്, നമ്മൾ ഓരോരുത്തരും ആണ് നിമിത്തമായിട്ടുള്ളത്. भारत को ही फिर से अंधियारे से निकाल रोशनी में लाने, ഭക്തി മാർഗമേ അന്ധിയാര കഹാജാത്ത, ഭക്തി മാർഗത്തെയാണ് അന്ധകാരം എന്ന് പറയുന്നത്. നിങ്ങളുടെ മഹത്വമാണ്, നിങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. സിത്താരേ ഹേ ചാന്ദ് സൂര്യ ഭി ഹോനി ചാഹിയെ, നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ചന്ദ്രനും സൂര്യനും ആവശ്യമാണ്. നിങ്ങളാണ് ആ ഭൂമിയിലെ നക്ഷത്രങ്ങൾ. ഇത് നിങ്ങളുടേത് ആത്മീയ തീർത്ഥമാണ്. നിങ്ങളിങ്ങനെയുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഈ മൃത്യു ലോകത്തിലേക്ക് ഇനി മടങ്ങി വരരുത്. ഇത് മൃത്യു ലോകമാണ്. ഇവിടെയാണ് നാളെ അമരലോകം ഉണ്ടാവുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, അമരകഥ കേട്ടാൽ മരണമില്ലാതെയാകും. ഇതാണ് അമരകഥ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ ആ അമര ലോകത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ആത്മാക്കൾ വേറിട്ട യാത്രക്കാരാണ്. തും യഹാം ബൈഠി യാത്ര പർ ജാനെ കാ പുരുഷാർത്ഥ കരോ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ യാത്രയിലേക്ക് പോകാനായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഇന്നത്തെ കാലത്ത് ഭക്തിയിൽ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലർ മദ്യമൊക്കെ കുടിച്ചിട്ടാണ് തീർത്ഥാടനത്തിന് പോകുന്നത്. അപ്പം മദ്യത്തിൻ്റെയൊക്കെ കുടിക്കുന്ന ശീലമുണ്ട്, ഒളിപ്പിച്ച് വെക്കും, എന്നിട്ട് കൊണ്ടുപോകും. അങ്ങനെ തീർത്ഥാടന യാത്രയൊക്കെ വളരെ മലിനമായിട്ടുണ്ട്. എല്ലാവരും പതീതമാണല്ലോ. അവിടെ ബ്രാഹ്മണർ പതീതമാണ്. ജैसे ബ്രാഹ്മൺ പതീത് ഹേ, ബ്രാഹ്മണർ പതീതമാണെങ്കിൽ അവർ നടത്തുന്ന യാത്രയും പതീതമായിരിക്കും.
അത് അങ്ങനെ വഴികാട്ടി കൊണ്ടുപോകാനായിട്ട് ഗൈഡുമാരൊക്കെ ഉണ്ട്. ആ ഗൈഡുമാരൊട്ടും ഭാവനയല്ല. നിങ്ങളാണ് ശരിക്കും പവിത്രമായി ജീവിക്കുന്നത്. സത്യമായിട്ടുള്ള ബ്രാഹ്മണരും നിങ്ങളാണ്. നിങ്ങളുടെ ആത്മാവ് പവിത്രമാകും. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. സദോ പ്രധാനമാകണം. ബാബ വീണ്ടും വീണ്ടും എഴുതുകയാണ്, മധുരമായിട്ടുള്ള മക്കളെ, എന്നെ ഓർമ്മിച്ചാൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറും. ദുനിയാക്ക് മാലിക് ബൻ ജായെങ്കിൽ, ആ ലോകത്തിൻ്റെ അധികാരിയായിട്ട് മാറും. ബസ് ഏക് ഹി ഡയറക്ഷൻ ഹേ മുഖ്യം. അത്രയും മതി, ഒരേ ഒരു നിർദ്ദേശം മതി. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ വികർമ്മം നിശ്ചയിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ബാബ പറയുന്ന ഫിർ രാജാക്കായെങ്കിൽ വികർമ്മം നശിക്കുന്നില്ല, പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ബാബ പറയുകയാണ്, നിങ്ങൾ എവിടെ വേണേലും പോകൂ, പക്ഷെ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയണം. വെച്ചെങ്കിൽ ഓർഹി സഹജി, അവരുടെ കുട്ടികൾക്ക് ഇത് കൂടുതൽ എളുപ്പമാണ്. എന്ത് ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. എഴുന്നേൽക്കുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം ബാബയെ ഓർമ്മിക്കുക. അതിലാണ് നിങ്ങൾക്ക് നേട്ടമുള്ളത്. ഇവിടെ വേറെ അറ്റൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ശ്രീനാഥ ക്ഷേത്രത്തിൽ പോയി കണ്ടാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടുത്തെ പ്രസാദം എത്ര വില കൂടിയതാണ്. അവിടെ ഭോഗ് സമർപ്പിക്കാറുണ്ട്. കല്ലിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലാണ് സമർപ്പിക്കുന്നത്. ശരിക്കും ഈ പ്രസാദം ആർക്കാണ് കിട്ടേണ്ടത്? ഭഗവാനെ എന്ന് വിളിച്ച് ഭോഗ് വെക്കുമ്പോൾ അധികാരി എന്ന് പറയുന്നത് ആരാണ്? അത് ഒരാൾ മാത്രമാണ്, ശിവബാബയാണ്. സർവരുടെ സദ്ഗതി ദാതാവാണ്. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പ്രസാദം ഒന്നും സ്വീകരിക്കുന്നില്ല. തും മേരെ ഊപ്പർ ദൂത് കി പാനി വാല ചടാത്തോ, നിങ്ങൾ എൻ്റെ മേൽ പാലൊഴിക്കാറുണ്ട്, ഭോഗ് വയ്ക്കാറുണ്ട്. എന്തിനാണ്? ഞാൻ നിരാകാരനല്ലേ, അഭോക്താവാണ്. എൻ്റെ പൂജ എന്തിനു ചെയ്യണം? मेरे आगे भोग रखेंगे, लेकिन भक्तों ने भोग लगाया. എൻ്റെ മുന്നിലാണ് ഭോഗ് സമർപ്പിക്കുന്നത്. പിന്നീട് അത് കഴിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഭോഗ് വയ്ക്കുന്നു, പിന്നെ ഭക്തന്മാർക്ക് തന്നെ അത് വീതിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, ശിവബാബ നിങ്ങൾ വിധിച്ച് കഴിക്കുന്നു. ഇത് ഭഗവാനോടുള്ള ഒരു റെസ്പെക്റ്റാണ്. നമ്മൾ ശിവബാബയ്ക്ക് ഭോഗ് വയ്ക്കുന്നു. ശിവബാബ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഭണ്ഡാരമാണ്. ജിസ്കാ ഭണ്ഡാര ഹേ ഉസ്കി ഭോഗ് ജറൂർ ലഗാനാ പടേ. അതുകൊണ്ട് ഈശ്വരന് കൊണ്ട് സമർപ്പിക്കുകയാണ്, അല്ലേ? ഈശ്വരൻ്റെ കലവറയാണ്. ആ കലവറയിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ ആ കലവറ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. അടുത്ത പേജിലേക്ക് കിടക്കാം. ബാബ പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന ഈ പ്രസാദം ഈ ബ്രഹ്മബാബ കഴിക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഏത് ഭാവത്തോടെയാണ് വെച്ചത്, അതിൻ്റെ സുഗന്ധം എൻ്റെ അടുത്തെത്തും. അത് ഞാൻ സ്വീകരിക്കും. ബാബ പറയാണ്, നിങ്ങൾ കൊടുക്കുന്ന ആ മനോഭാവം എന്താണോ അത് ഞാൻ സ്വീകരിക്കും. ഈ ശരീരം ബ്രഹ്മബാബയുടേതാണ്. അതുകൊണ്ട് കഴിക്കുമ്പോൾ ഈ ബ്രഹ്മബാബയ്ക്കും ഇത് സ്വീകരിക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇതിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ശരീരത്തിൻ്റെ വായിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ശിവബാബയ്ക്ക് അതാണ് ഏറ്റവും വേണ്ടത്. ബ്രഹ്മബാബയുടെ വായിലൂടെ സംസാരിക്കാൻ കഴിയണം.
നിങ്ങൾ കുട്ടികളെ പതീതത്തിൽ നിന്ന് പാവനമാക്കണം. ഗോമുഖം എന്നും പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഗംഗ ഉത്ഭവിക്കുന്ന ഗോമുഖത്തിലാണ്. ബാബ പറയാണ് ഈ ബ്രഹ്മബാബ ഒരു പശുവും കൂടെയാണ്. നിങ്ങൾക്കറിയാം, ഇതിലൂടെയാണ്, ഈ ജ്ഞാനത്തിലൂടെ അല്ല, ബ്രഹ്മബാബ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെ കേട്ട ഈ ജ്ഞാനത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ശിവബാബയുടെ കുട്ടിയാകുന്നത്. അല്ല, നമുക്ക് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റായിട്ട് ഒരു നിമിത്താത്മാവിലൂടെ ഈ ജ്ഞാനം നമ്മളെടുത്തെത്തി. അതിനുശേഷം ആ അറിവ് എല്ലാവർക്കും പറഞ്ഞും കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇൻസെ ഹി തും ബച്ചോं को അഡോപ്റ്റ് करते हैं. ഈ ബ്രഹ്മാവിലൂടെയാണ് നിങ്ങളെ ദത്തെടുത്തത്. അതുകൊണ്ട് ഇത് മാതാവും പിതാവും രണ്ടുമാണ്. പക്ഷേ ഇവിടെ വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മമ്മയെ അല്ലെങ്കിൽ സരസ്വതിയെ നിമിത്തമാക്കി വെച്ചു. ഡ്രാമ പ്ലാൻ അനുസരിച്ചിട്ട് മാതാ ഗുരുക്ക് മഹിമ ബി ചാഹിയന. മാതാ ഗുരുവിനും മഹിമ വേണമല്ലോ. ഗുരു तो पहले नंबर में मशहूर यही है. ഗുരുക്കന്മാരിൽ ആദ്യത്തെ നമ്പറിൽ പ്രശസ്തൻ ഈ ബ്രഹ്മബാബയാണ്. അവിടെ പറയും ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു. ആദ്യം ബ്രഹ്മാവിൻ്റെ പേര് പറഞ്ഞിട്ടാ തുടങ്ങുക. ഇവിടെ ഇതെല്ലാം ശരിയാണ്. ബാബ എന്താണോ അതുപോലെ തന്നെയാണ് കുട്ടികളും. നിങ്ങൾ ബ്രാഹ്മണർ സത്യമായിട്ടുള്ള ഗുരുക്കന്മാരാണ്. സബ്കോ സച്ച രാസ്ത ബത്താത്തെ, എല്ലാവർക്കും സത്യമായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തിൻ്റെ വഴിയാണ്, ആത്മാവ് തന്നെയാണ് മുഖത്തിലൂടെ വഴി പറഞ്ഞു കൊടുക്കുന്നത്. മന്മനാഭവ മധ്യാജീഭവ ബാപ് മാം ബച്ചേ സബ് വഹി രാസ്ത ബത്താത്തെ ഹെ. ഇവിടെ അച്ഛനും മക്കളും കുട്ടികളും എല്ലാവരും ഒരു വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ സന്മുഖത്ത് ഇരിക്കുകയാണ്, നിങ്ങളെ ഓർമ്മിക്കുകയാണ്. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ, ഇവിടുന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇതെല്ലാം മറന്നു പോകും. യഹാ ആനന്ദ് ആത്താ ഹേ ബാപ്പാസ് ആയി. നമുക്ക് മധുബനി എത്തിച്ചേരുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. നമ്മൾ ബാബയുടെ വീട്ടിലെത്തി എന്നുള്ള സന്തോഷം ബാബ പറയുകയാണ് സ്വദർശന ചക്രധാരിയായി. എല്ലാവർക്കും യുക്തി പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാണ് മുക്തിധാമത്തിലേക്ക് പോവേണ്ടത്. ബാബയെയും ആസ്തിയെയും ഓർമ്മിക്കൂ. അച്ഛാ മീട്ടെ മീട്ടെ സീഖിലിതെ ബച്ചോं പ്രതി मात पिता बाप दादा का याद पर गुड मॉर्निंग और नमस्ते. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद पर गुड मॉर्निंग और नमस्ते. इന്നത്തെ ധാരണ പോയിന്റ് കേൾക്കാം. आपस में एक दो को व बाप को यथार्थ रिगार्ड देना है. പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കണം, ബാബയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കണം. ശിവബാബ അഭോക്താവാണ്, കഴിക്കാറില്ല. ലേക്കിൻ ജിസ്കോ ഭണ്ഡാരെ സെ പാലന ഹോത്തെ. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം, എന്നെ ഈശ്വരനാണ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിലാണെങ്കിൽ എല്ലാവരും അർപ്പിക്കുന്നതാണ് ഭഗവാൻ എന്ന പേരിൽ. അതുകൊണ്ട് ഭഗവാന്റെ കലവറയിലാണ്. അല്ലെ, വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, ഇത് ഈശ്വരൻ്റെ കലവറയാണ്, ഞാൻ അതിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. രണ്ടാമത്തെ പോയിന്റ്, പൂജനീയനാകുന്നതിന് വേണ്ടി ഈശ്വരൻ്റെ സഹായിയാവണം. ബാബയോടൊപ്പം സേവനത്തിൽ സഹായിയാകണം. ആത്മാ और ശരീർ ദോനം പാവൻ ഹോങ്കെ. രണ്ടും പാവനമാകും. അപ്പോഴാണ് നമുക്ക് പൂജ ഉണ്ടാവുന്നത്. വരദാനമാണ്. നമ്മളെ പ്രതിയും സർവ ആത്മാക്കളെ പ്രതിയും ലോഫുള്ളാകുന്ന ലോമേക്കർ, അതിനോടൊപ്പം പുതിയ ലോകത്തിൻ്റെ മേക്കറും, ലോമേക്കറും ആവണം, പുതിയ ലോകത്തിൻ്റെ മേക്കറുമായിട്ട് മാറുന്നവരായി ഭവിക്കട്ടെ.
जो स्वयं प्रति लॉफुल बनते हैं वही दूसरों के प्रति लॉफुल बन सकते हैं. തന്നെ പ്രതി ലോഫുൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഞാൻ ബാബയുടെ ഒരു നിയമം പോലും തെറ്റിക്കാൻ പാടില്ല. അല്ലെ, നമ്മുടെ ദിനചര്യയുടെ ഒരു നിയമമുണ്ട്. എങ്ങനെ ഇരിക്കണം, നടക്കണം, നോക്കണം, എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളുടെ കോൺഷ്യസിലേക്ക് വരാതിരിക്കേണ്ടത്, സഹോദര ആത്മാക്കളാണ് എന്ന ഭാവത്തിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, നമ്മളത് കറക്റ്റായിട്ട് പാലിച്ചിരിക്കണം. എങ്കിലും നമുക്ക് മറ്റുള്ളവരെ പ്രതിയും ലോഫുൾ ആകാൻ സാധിക്കും. സ്വയം ലോ ബ്രേക്ക് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുടെ മേൽ ലോ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്വയം നമ്മളെ തന്നെ നോക്കണം. അതിരാവിലെ മുതൽ രാത്രി വരെ മനസ്സിൻ്റെ സങ്കല്പത്തിൽ, വാക്കിൽ, കർമ്മത്തിൽ സമ്പർക്ക് വാ ഏക് ദോക്കോ സഹयोग देने में, സമ്പർക്കത്തിൽ വരുന്ന ഓരോരുത്തർക്കും പരസ്പരം സഹായം കൊടുക്കുന്നതിൽ എവിടെയും നമ്മൾ നിയമം ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ജോ ലോ മേക്കർ ഹേ, ആരാണ് ലോ മേക്കർ ആയിരുന്നത്, വഹ് ലോ ബ്രേക്കർ നഹി ബൻ സക്തെ. അപ്പോൾ പറയുകയാണ്, നമ്മൾ ലോ മേക്കർ ആണ്, ലോ ബ്രേക്കർ ആവാൻ ഒരിക്കലും കാരണമാവരുത്. കാരണം നമ്മളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് എല്ലാം ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠാത്മാക്കളാണ്. ശ്രേഷ്ഠാത്മാക്കൾ എന്ത് ചെയ്തു അതെല്ലാവരും അനുകരിക്കും. അതുകൊണ്ട് ബാബ പറയുകയാണ്, നമ്മൾ ഈശ്വരനോടൊപ്പം പുതിയ ലോകത്തിൻ്റെ മേക്കറുമാണ്, ലോ മേക്കറുമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള പ്രജകളെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ലോ മേക്കർ ആകുന്നവരാണ് പീസ് മേക്കർ ആകുന്നത്. പീസ് മേക്കർ ആകുന്നവരാണ് പുതിയ ലോകത്തിൻ്റെ മേക്കറായി മാറുന്നത്. स्लोगन, कर्म करते कर्म के अच्छे व बुरे प्रभाव में न आत्मा ही न आना ही कर्मादिത बन्ना है. കർമ്മം ചെയ്തുകൊണ്ടും കർമ്മത്തിൻ്റെ നല്ലതോ മോശവുമായിട്ടുള്ള പ്രഭാവത്തിൽ വരാതിരിക്കുന്നത് തന്നെയാണ് കർമാതീത അവസ്ഥ എന്ന് പറയുന്നത്. അവ്യക്ത സൂചന, ജ്വാലാസ്വരൂപ ഓർമ്മയ്ക്ക് വേണ്ടി മനസ്സും ബുദ്ധിയും രണ്ടും ഒരേ ഒരു പവർഫുൾ ബ്രേക്ക് വേണ്ടത് അത്യാവശ്യമാണ്. അതിനോടൊപ്പം നമ്മളുടെ ഭാവങ്ങളെ നമുക്ക് മാറ്റുകയും വേണം, അതിനുള്ള ശക്തിയും വേണം. ഇതിലൂടെ ബുദ്ധിയുടെ ശക്തി, എനർജി ഒന്നും പാഴാകുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ ജ്വാലാസ്വരൂപ ഓർമ്മയിലൂടെ നമ്മുടെ മനസ്സും ബുദ്ധിയും രണ്ടും പവർഫുള്ളായിട്ടുള്ള ബ്രേക്ക് വേണം. അതിനോടൊപ്പം ബ്രേക്ക് മാത്രം പോരല്ലോ ഒരു വണ്ടിക്കല്ലേ. ഒരു വണ്ടി ഇടിക്കാൻ വരുവാണ്, അന്നേരം തിരിച്ചു വിടുകയും വേണം. ബ്രേക്ക് ചിലപ്പോൾ ചവിട്ടാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ വണ്ടി തിരിച്ചു വിടും. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിടാനായിട്ടുള്ള ശക്തി നമുക്ക് വേണം. इससे बुद्धि की शक्ति व कोई भी एनर्जी वेस्ट ना होकर जमा होती है. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിനെ അല്ല നമ്മുടെ ബുദ്ധിയെ ബ്രേക്ക് ചെയ്യാനും തിരിച്ചു വിടാനും കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരു എനർജിയും പാഴാകില്ലെന്ന് മാത്രമല്ല സമ്പാദ്യം ഉണ്ടാവുകയും ചെയ്യും. ആർക്കാണ് സമ്പാദ്യം ഉള്ളത് അവർക്ക് തിരിച്ചറിയാനും അതേപോലെ നിർണയമെടുക്കുന്നതിനുള്ള ശക്തി വളരും. इसके लिए अब സങ്കല്പം का विस्तार बंद करते चलो. അതുകൊണ്ട് ഇപ്പോൾ സങ്കല്പങ്ങളുടെ വിസ്താരം എന്തുണ്ടോ അതെല്ലാം നമ്മൾ അവസാനിപ്പിക്കണം.
ഒരു മിനിറ്റ് നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. ബാബയെ ഓർമ്മിക്കാം. डरने की क्या बात है, तू साथ है तो डरने की क्या बात है। बाबा तू साथ है तो डरने की क्या बात है। तू पास है तो डरने की क्या बात है। बाबा तू साथ है तो डरने की क्या बात है। When you hear I have no fear, oh my Baba, you are my dear. When you hear I have no fear, oh my Baba, you are my dear. चलते रहे हम चलते रहे तेरे नक्शे कदम पर चलते रहे। गाते रहे गुनगुनाते रहे गीत खुशी के हम गाते रहे। हो जिसका हो साथी खुद भगवान, जिसका हो साथी खुद भगवान, उसको रोकेगा क्या आंधी या तूफान। हम चल पड़े हैं अब बाबा के धाम, हम चल पड़े हैं अब बाबा के धाम। जीवन हुआ ये अब उसके नाम। तू साथ है तो डरने की क्या बात है। तू पास है तो डरने की क्या बात है। बाबा तू साथ है तो डरने की क्या बात है।